ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പച്ചമാങ്ങ കൊണ്ടുള്ള 2 ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് പച്ചമാങ്ങ ഉപയോഗിച്ച്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ തന്നെ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നമുക്കിപ്പോൾ ലഞ്ചൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കുട്ടികൾക്ക് ചമ്മന്തിയൊക്കെ ഇഷ്ടമാണ്. പച്ചമാങ്ങ ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടാനും അതേപോലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ചോറിൻ്റെ ഒപ്പം കൊടുത്തു വിടാനൊക്കെ നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ. അപ്പം അവിടെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ചാള വറുത്തതും പിന്നെ ചാളക്കറിയും പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ട് ഞാൻ ഈ ചമ്മന്തി ഉണ്ടാക്കിയത്. 2 ചമ്മന്തി ഉണ്ടാക്കിയത്. ഒരു ചമ്മന്തി മതി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് 2 ടൈപ്പാക്കി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ മാങ്ങയ്ക്കുള്ള സമയത്ത് എടുത്ത വീഡിയോ ഉണ്ട് ഞാനിത്. അന്ന് ഉണ്ടാക്കിയതാണ്. അന്ന് ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സമയത്ത് മിക്കപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. തേങ്ങ ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ ഒരെണ്ണം. അതായത് മാങ്ങ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ചമ്മന്തി. പിന്നെ ഒരെണ്ണം തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചമ്മന്തി കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു 2 മാങ്ങ നമുക്ക് വേണം കേട്ടോ. അപ്പം തേങ്ങയുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി മതി. മാങ്ങ മാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. പച്ചമുളകല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിതിൽ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റത്തേൽ. അപ്പം ആവശ്യത്തിന് എരിവിന് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് മാങ്ങ ചതഞ്ഞാൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. എന്ന് നമുക്ക് നേരിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റത്തെ റെസിപ്പി. അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മാങ്ങ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മാങ്ങ മാത്രം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കണേ. പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഈ 2ാമത്തെ ചമ്മന്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇത് തേങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ.